മോശ ഒന്നും മറുപടി പറഞ്ഞില്ല. മോശ മറുപടി പറയാത്ത സ്ഥലത്ത് ദൈവം ഇടപെട്ടു. ബൈബിള് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് കർത്താവ് ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത് നാം പഠിച്ച് ഇതനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്കറിയാം, അനവധി ആളുകൾ, എത്രത്തോളം എക്സ്റ്റെൻറ്റ് പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇന്ന് ടി വിയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഈ വചനഭാഗത്തെ ഒരു ഭാഗത്തെ തന്നെ പല ആളുകൾ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വിശ്വാസികളായ നമുക്കൊക്കെ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഏതാണ് ശരിയെന്നൊക്കെ. ശരിക്കും ഇത് വളരെ, എൻ്റെ നോട്ടത്തിലാണ്, വളരെ സിമ്പിളായിട്ട് നാം ഇത് പഠിച്ച കർത്താവ് വെറും ഫിഷർമാനെ കൊണ്ടും, ഇതിനകത്ത് 40ഓളം ഈ ബൈബിൾ എഴുതിയ ആളുകളിൽ ഡിഗ്രി ഉള്ളവർ 2-3 പേരേ ഉള്ളൂ. പോളും അതുപോലെ ലൂക്കോസും അതുപോലെ മോസസും ഒക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെറും സാധാരണക്കാരായ ആളുകളാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഷേക്സ്പിയറിനെ കൊണ്ട് ഈ ബൈബിൾ എഴുതിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് വല്ലതും വായിക്കാൻ പറ്റുമോ? ഇത് വായിച്ചാൽ മനസ്സിലാകത്തു പോലുമില്ല. അപ്പോൾ അത്രയധികം സിമ്പിളായിട്ട് ഫിഷർമെൻ പോലത്തെ ആളുകളെ കൊണ്ട് ഇതെഴുതി നമ്മുടെ ഈ തരുമ്പോൾ നമ്മളിത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രമണൻ എന്ന് പറയുന്ന മലയാളത്തിലൊരു പോയമുണ്ട്. ഇതെഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, MA ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഇത് MA യുടെ സിലബസിൽ ഈ രമണൻ ആക്കിയതിന് ശേഷമാണ് ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള MA ക്ക് പഠിക്കാൻ ചെന്നത്. അദ്ദേഹം ആ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ വന്ന് ഈ രമണൻ എന്ന് പറയുന്ന പോയത്തെപ്പറ്റി, അദ്ദേഹം എഴുതിയ പോയമാണ്, ആ രമണൻ എന്ന് പറയുന്ന പോയത്തെപ്പറ്റി ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചറുടെ പഠിപ്പിൽ കേട്ടാൽ തീർച്ചയായിട്ടും ഈ പോയം എഴുതിയ ആ പോയറ്റ് ഈ മനസ്സിൽ ഇതുദ്ദേശിച്ച് തന്നെയായിരിക്കും ഇതെഴുതിയത് എന്നുള്ള വളരെ ആധികാരികമായിട്ട് ഇവരെ പഠിപ്പിക്കുകയാണ്. ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇത് കേട്ട് വളരെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിലൊന്നും കൂടെ പോകാത്ത കാര്യങ്ങളാണ് ഈ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഏത് സാഹചര്യത്തിലാണ് ഇത് എഴുതിയതെന്നൊന്നും അറിയാതെ അവരവരുടെ രീതിയിൽ ഇതിനെ അങ്ങ് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് ബൈബിള്. നമ്മുടെയൊക്കെ ചില വചന വിശദീകരണം അല്ലെ ഇൻ്റർപ്രട്ടേഷൻ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും, കർത്താവ് തന്നെ ഞെട്ടിപ്പോകും, ഇവരെന്തൊക്കെയാണ് ഈ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, എന്നെക്കൂടെ ഉൾപ്പെടെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ പറയാം, നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യവും ചിലപ്പം ക്ലിയറായിട്ട് അങ്ങനെ മനസ്സിലാകണമെന്നില്ല. പക്ഷെ അത് നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വചനത്തെ ദൈവം വെളിപ്പെടുത്തി തരും, അവരവർക്ക് വെളിപ്പെടുത്തി തരും. മറ്റവരുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനും പറയുന്ന ആ വചനം ദൈവം വെളിപ്പെടുത്തിയത് തന്നെ ആയിരിക്കാനായിട്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ സമയത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും അവിടുത്തെ വചനവുമായി തിരുമുമ്പാകെ ഞങ്ങൾക്ക് നിൽക്കുവാൻ, അല്പചിന്തയ്ക്കായി ഞങ്ങൾ ഈ വചനത്തെ അവിടുത്തെ കർത്താവെ തിരുഹിതമനുസരിച്ച് ഞങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് അതിൻ്റെ പൊരുൾ തിരിച്ച് ഞങ്ങൾക്ക് ഹല്ലേലൂയ അവിടുത്തെ ഹിതപ്രകാരം അങ്ങ് എന്താണോ ഞങ്ങളെ ഈ ഭാഗത്ത് നിന്ന് പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ ഓരോ വചനഭാഗം ഞങ്ങൾ കേൾക്കുമ്പോഴും അത് ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എൻ്റെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഞങ്ങളെല്ലാവരെയും കർത്താവേ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. സർവ്വതും കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും
ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. നമുക്കൊരു വചനം വായിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ബൈബിള് ആക്ച്വലി ഇതൊരു അൺടാപ്ഡ് ട്രഷേഴ്സ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. കാരണം ഇതൊരു ഈ വലിയ റബ്ബർ മരം ടാപ്പ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടാപ്പ് ചെയ്യാനായിട്ട് അതങ്ങോട്ട് തൊടുമ്പം തന്നെ അതിനകത്തുനിന്ന് ലാറ്റക്സ് ഇങ്ങനെ ചീറ്റും. അതുപോലെയാണ് ഈ വചനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമല്ല, അത് ദൈവം നോക്കിക്കൊള്ളും. പക്ഷേ അത് അറിയുവാനായിട്ടുള്ള വലിയ ശ്രമത്തിലാണ് നാം ശ്രമിക്കുന്നത്. സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലൊരു കടൽ തീരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ട്രയൂൺ ഗോഡ്, ഈ ട്രിനിറ്റി അല്ലെ ത്രിത്വത്തിൽ ഏകത്വം എന്ന ആ വിഷയത്തെ പറ്റിയൊന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് ക്ലിയറായിട്ട് മനസ്സിലായില്ല. അദ്ദേഹം കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, ദൈവം എനിക്കതിൻ്റെ പൊരുൾ തിരിച്ച് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. എന്താണ്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത് എങ്ങനെയാണ്, ഈ ട്രയൂണി അല്ലെങ്കിൽ ഈ തൃത്വം എങ്ങനെയാണ് ഒരേ സമയം നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നുള്ള. അപ്പോൾ കർത്താവ് ഈ കടൽ തീരത്തോട് നടന്നപ്പം കർത്താവ് അഗസ്റ്റിനോട് ഇടപെട്ട് പറഞ്ഞു, അഗസ്റ്റിന് അതൊന്നും നീ അറിയേണ്ട ആവശ്യമുള്ളതല്ല, നീ അത് ബിയോണ്ട് യുവർ വിസ്ഡമാണ്, നിൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്, അതിലേക്കൊന്നും നീ പ്രവേശിക്കേണ്ട. ഇങ്ങനെ പോകുമ്പോൾ കർത്താവിനെ പെട്ടെന്ന് ഒരു കാഴ്ച കാണിച്ചു. കടൽ തീരത്തെ ചില കുട്ടികൾ ഈ വലിയ തീരത്തൊരു കുഴി കുഴിച്ചിട്ട് ഈ കടലിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരി ഈ കുഴിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അഗസ്റ്റിൻ ഈ കാഴ്ച കണ്ടപ്പോൾ അഗസ്റ്റിൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കടൽ വറ്റിക്കാനായിട്ട്, ഈ കടൽ വെള്ളം മുഴുവൻ വറ്റിക്കാനായിട്ട് ശ്രമിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, മണ്ടന്മാരെ, അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കറിയാമോ ഈ കടലിൻ്റെ വ്യാപ്തി, ആഴം എന്താണെന്ന്? അല്ല, ഇത് എത്ര കിലോമീറ്റർ കിടക്കുന്നതാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പം അഗസ്റ്റിന് ദേഷ്യം വന്ന് അഗസ്റ്റിൻ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് നടന്നുപോയി. ഉടൻ കർത്താവ് അഗസ്റ്റിനോട് ഇടപെട്ടു, ഇത് തന്നെയാണ് ഞാനും നിന്നോട് പറയുന്നത്. ആ കുട്ടികൾക്ക് ആ കടലിൻ്റെ ഡെപ്തിനെ പറ്റി, അതിൻ്റെ ആഴത്തെപ്പറ്റി അവർക്കറിയില്ല. അതുകൊണ്ടാണ്, അവർ അറിയാതെയാണ് അത് ചെയ്യുന്നത്. അതുപോലാണ് നീ എന്നോടും ചോദിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ. നിനക്കറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കറിയണ്ടാത്ത കാര്യങ്ങളും കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്കോട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പൊരുൾ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യം. ഇത് ശ്രമിക്കുമ്പോഴാണ് നാം കൂടുതൽ ഇങ്ങനെ ആഴത്തിച്ചെന്ന് ചിലപ്പം വല്ലോ എത്തീസ്റ്റൊക്കെ ആയിട്ട് പോകുന്നത്. ഇടമറുക എന്ന് പറയുന്ന നേരത്തെ ഉള്ളൊരു വ്യക്തിയുണ്ട്, ഇടമറുക, കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം എത്തീസ്റ്റായിരുന്നു, ഒരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആയിത്തീർന്നത്, അദ്ദേഹത്തിൻ്റെ ചർച്ചിലൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു, വലിയ വിശ്വാസിയായിരുന്നു. പക്ഷേ ഇതങ്ങ് പഠിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അങ്ങ് ആകാംക്ഷയോടുകൂടി പഠിച്ച് അവസാനം അവസാനം എത്തിച്ചേർന്നത് ദൈവം ഇല്ല എന്നുള്ള നിഗമനത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ബൈബിള് പഠിക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യരുതെന്ന് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ബുദ്ധിയെ നമ്മൾ പഠിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ എക്സ്റ്റെൻറ്റ് വരെ നമുക്കിവിടെ പഠിക്കാം. ഈ ലോകത്ത് എന്തായാലും താൽക്കാലികമായി ഈ ലോകത്തുള്ള ആ ജീവിതത്തിൽ നമുക്കൊരേ ഒരു റോൾ മോഡലേ ഉള്ളൂ, കർത്താവായ യേശു. ഹല്ലേലൂയ. ഈ യേശു റോൾ മോഡലായിട്ട് നിൽക്കുമ്പോൾ, യേശു ലോകത്ത് ജീവിച്ചത്, യേശു 33.5 വർഷക്കാലമാണ് ലോകത്ത് ജീവിച്ചത്. ഞാൻ പറയും 3.5 വർഷക്കാലമേ യേശു ജീവിച്ചുള്ളായിരുന്നെങ്കിലും ഇതുപോലെ രക്ഷ നമുക്ക് ലഭിക്കുമായിരുന്നു. പിന്നെ എന്തിനാണ് യേശു 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ചത്? മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ 33.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് ഒരു മനുഷ്യൻ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തന്ന് മാതൃകയാക്കിയിരിക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ സെറ്റ് ചെയ്യുവാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, യേശു കർത്താവ്. അല്ലാതെ മറ്റാരും നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് ഇല്ല. കാരണം ഇതാണ് കർത്താവ് പറയുന്നത്, നീയും മറ്റുള്ളവരോട് പറയണം,
എന്നെ എക്സാമ്പിളാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയോട് നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ കർത്താവിൻ്റെ ഒരു വിശ്വസ്തനാണ്, വിശ്വാസിയാണ്, എന്നെ അനുകരിച്ച് നിങ്ങൾ ജീവിക്കുക എന്ന് പറയുവാനുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? പൗലോസ്ലീഹ മാത്രമാണ് ബൈബിളിൽ ആ ഉറപ്പ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുകരിച്ചുകൊള്ളുക. പോട്ടെ, നമ്മുടെ ചെറിയ സമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 21, 1-4 വായിക്കാം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവ് മലയരികെ ബേത്ത്ഫഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. ആമേൻ. ഇത് കേട്ടപ്പോൾ നിങ്ങളെപ്പോഴും കേട്ടിട്ടുള്ള പെസഹ വ്യാഴാഴ്ച എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സമയങ്ങളിലൊക്കെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ്. ഞാൻ ഇതിനകത്തെ ഈ ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഓരോ വചനഭാഗം പഠിക്കുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ വചനം പഠിച്ചു, നമ്മൾ വചനം വായിച്ചു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷെ ജീവിതത്തിൽ നമ്മൾ അതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ് നാം നോക്കുന്നത്. ഇതിനകത്ത് 4 കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നാം ഓരോരുത്തരും യേശു ഒരു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പോയ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നാം പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, യേശുവിനെ ചുമക്കുന്ന കഴുതകളായി നാം ഓരോരുത്തരും മാറണം. നിങ്ങൾ വിചാരിക്കും രാവിലെ ഞാൻ വന്ന് നിങ്ങളെ എല്ലാവരെയും കഴുതയെന്ന് വിളിച്ചെന്ന് വിചാരിക്കരുത്. കാരണം യേശുവിന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുവാൻ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു. യേശുവിന് വേണമെങ്കിൽ ഒരു രാജകീയ വാഹനം തയ്യാറാക്കാമായിരുന്നു. ഇപ്പോൾ യേശുവിന് ഒരു കുതിരപ്പുറത്ത് വേണേൽ പോകാമായിരുന്നു, അല്ലേ? യേശുവിന് അല്ലെ മറ്റെന്തെങ്കിലും സംവിധാനത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷെ യേശു തിരഞ്ഞെടുത്തത് ഈ കഴുതയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഈ യേശുവിനെ ചുമക്കുന്ന കഴുതകളായി മാറണം എന്ന് ഞാൻ പറയാൻ കാരണം, യേശുവിന് ഈ കഴുതയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും തല താത്ത് നിൽക്കുന്ന ഒരു മൃഗമാണ്. അപ്പോൾ ഒരു കുതിരയാണ് എപ്പോഴും തല ഉയർത്തിയാണ് നിൽക്കുന്നത്. യേശു ഇപ്പോൾ ഒരു കുതിരപ്പുറത്താണ് കുതിരപ്പുറത്ത് കയറിയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചതെങ്കിൽ ഈ കുതിര കർത്താവിന് സൺഡേ സ്കൂൾ എടുക്കും. കർത്താവിനോട് പറയും, നമ്മൾ ജെറുസലേമിലേക്ക് പോകുവാനുള്ള ഏറ്റവും നല്ല വഴി ഇന്ന റൂട്ടാണ്. ഞാൻ ഈയിടെ റോമിലെ രാജാവിനെയും കൊണ്ട് ആ വഴി പോയതാണ്, അതുകൊണ്ട് ആ വഴി നമുക്ക് പോകാം എന്ന് കർത്താവിനോട് അഡ്വൈസ് ചെയ്യും. പക്ഷെ കഴുത ഇങ്ങനത്തെ ഒരു മൃഗമല്ല. കഴുതയെ ആർക്കും നമുക്കറിയാം, വീടുകളിലൊക്കെ ഈ കഴുതയെന്ന് വിളിക്കുന്നത് തന്നെ ആരെയാണെന്ന്, അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ കഴുതയുടെ സ്വന്തം, കഴുത എപ്പോഴും തൻ്റെ പുറത്തിരിക്കുന്ന യജമാനൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യജമാനൻ പറയും ഈ വഴി പോകട്ടെ, ആ വഴി പോകും. വേറെ ഒന്നും കഴുതയ്ക്ക് നോട്ടമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നാം പഠിക്കേണ്ടത്, നാം ഓരോരുത്തരും ഈ യേശുവിനെ ചുമക്കുന്ന കഴുതകളായി മാറണം. യേശുവിനെ ചുമക്കുന്ന കഴുതകളായി, യേശു ഇല്ലാത്ത കഴുതകളായി മാറിയ ഈ കഴുതയെപ്പറ്റി ഒരു ചരിത്രമുണ്ട്. ഈ യേശുവിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയ ഈ കഴുത, യേശു
പുറത്തിരുന്നപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ വലിയ ആരവത്തോടുകൂടി വലിയ സ്വീകരണമാണ് ജെറുസലേം ദേവാലയത്തിൽ അന്ന് കൂടിയിരുന്ന ആളുകൾ. അന്ന് പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. യഹൂദന്മാർ ലോകമെമ്പാടുമുള്ള പെരുന്നാൾ ആഘോഷിക്കുവാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന ദിവസമാണ്. കാരണം അവർക്ക് ദൈവം യാഗം കഴിക്കുവാൻ കൊടുത്തിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ജെറുസലേം ദേവാലയമാണ്. ഈ ജെറുസലേം ദേവാലയത്തിൽ യാഗത്തിനായി അനേകർ വന്നു കൂടിയിരിക്കുന്നു. ഇവർ യേശു ഈ കഴുതപ്പുറത്ത് വരുന്നത് കണ്ട് വലിയ ആരവം മുഴക്കി യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ യേശു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, യേശു അവിടെ ജെറുസലേം ദേവാലയത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ആരും ഈ കഴുതയെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ചരിത്രം പറയുന്നു, ഈ കഴുത ഇത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് മടങ്ങിപ്പോയി. തിരിച്ചു പോയപ്പോൾ ഈ കഴുത ഓർത്തു, എന്നെ എല്ലാവരും ഇങ്ങനെ വലിയ ആരവത്തോടു കൂടി സ്വീകരിക്കുന്നതെന്ന് ഈ കഴുതയ്ക്കൊരു സംശയം. അപ്പോൾ ഇനി ഇങ്ങനെ ആയിരിക്കും എൻ്റെ അവസ്ഥ, പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് വന്നോ എന്ന് ഈ കഴുതയ്ക്കൊരു തോന്നൽ. ഈ കഴുത തിരിച്ച് നടന്നപ്പോൾ എവിടെയോ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു തുണിയിൽ കയറിയപ്പോൾ ആളുകൾ ഇതിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുവില്ലെങ്കിൽ നമുക്ക് ഈ സ്വീകരണം കിട്ടില്ല. ഹല്ലേലൂയ. യേശുവിനെ ചുമക്കുന്ന ആ കഴുതയായി നാം മാറിയെങ്കിൽ മാത്രമേ ഈ സ്നേഹം, ഈ ആരവം, ഈ വെൽക്കം നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളൂ. രണ്ടാമത് നാം പഠിക്കേണ്ട ഒരു കാരണം, യേശുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഏത് ചുറ്റുപാടുമാകട്ടെ, നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണോ, അല്ലെ നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, അല്ലെ നിങ്ങൾ ഭാരങ്ങളുടെ അവസ്ഥയിലാണോ, ഏതവസ്ഥയിലാണേലും യേശുവിന് ഈ കഴുതകളെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം നമ്മെ ഓരോരുത്തരെയും യേശു ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്താക്കിയിരിക്കുന്നതിന് ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഓരോരുത്തർക്കും യുണീക്കായിട്ടാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത ഏക ഒരു മെഷീൻ, ഞാൻ പറയും ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആയിരിക്കും. കാരണം ഒരു വ്യക്തിയെപ്പോലെ വേറൊരു വ്യക്തി ഈ ലോകത്ത് ഇപ്പോൾ 750 കോടി ജനതയുണ്ടെന്നാണ് പറയുന്നത്. ഈ 750 കോടി ജനതയും ഒരുപോലെ അല്ല ഇരിക്കുന്നത്, അല്ലേ? എന്നാൽ എല്ലാവർക്കും എല്ലാ അവയവങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യുണീക്കായിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനൊരു വലിയ പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും, നാം എത്ര ഏത് അവസ്ഥയിലും ഏത് ബലഹീന അവസ്ഥയിലാണെങ്കിലും നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ഈ യേശുവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. അത് നാം മറന്നു പോകരുത്. നാം ഓർക്കും, എന്നെ ആർക്കും വേണ്ട, എന്നെ ഈ ലോകത്ത് ആർക്കും വേണ്ട, എനിക്കൊരു ബഹുമാനവും കിട്ടുന്നില്ല, ഞാൻ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ്, കുടുംബത്തിലെനിക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് സ്ഥാനമില്ല. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. യേശുവിന് നിന്നെ വേണം, എന്നെയും നിങ്ങളെയും വേണം. യേശുവിന് ഏത് കഴുതയെയും വേണം. നിങ്ങൾ ഓർത്തുകൊള്ളുക, യേശുവിന് ഒരു കഴുതയെ ആവശ്യമുണ്ടെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള നാം യേശുവിൻ്റെ ആ വിളിക്ക് അനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം യേശു നമ്മെ വിളിക്കുമ്പോൾ, കാരണം പണ്ടത്തെയൊക്കെ ഒരു പാട്ട് തന്നെയുണ്ട്, ഈ ഈശ്വരനല്ല ദൈവത്തെ തേടിയാണ് മനുഷ്യൻ ചെല്ലുന്നതെന്ന്. പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവൻ മനുഷ്യനെ തേടി, അവൻ പാപികളായിട്ടിരിക്കുമ്പോഴും അവനെ തേടി ലോകത്തിലേക്ക് വന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം ഏതവസ്ഥയിലായിരുന്നപ്പോഴും നമ്മെ തേടി, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ. എന്തിനാണ് യേശു ലോകത്തേക്ക് വന്നെന്നുള്ളതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മോടുള്ള അവൻ്റെ അൺഎൻഡിങ് ലവ്, അവൻ്റെ അവസാനമില്ലാത്തതായ സ്നേഹം മൂലം അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ച് ലോകത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈ യേശുവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ഒരു ജോണി എന്ന് പറയുന്ന ഒരു അനാഥനായ ഒരു കുട്ടി, ഒരു 12 വയസ്സുള്ള കുട്ടി, അവൻ ഒരു ഓർഫനേജിലാണ് താമസിക്കുന്നത്. ഇവന് എല്ലാ ദിവസവും രാവിലെ ഓർഫനേജിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ചെന്നിട്ട് അവൻ ആരുമില്ല. ഓർഫനേജിലെ ചില ആയമാരാണ് അവൻ്റെ ആകെ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ഈ ചർച്ച് കണ്ടപ്പോൾ അവൻ ഈ ചർച്ചിൽ എന്നും കയറി. അവൻ അവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, കർത്താവ്
ജീസസ് ആണ് നമ്മുടെ സേവിയർ, നമ്മുടെ രക്ഷകൻ യേശുവാണ്, അവൻ നമ്മെ രക്ഷിക്കുന്നവനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവനെ അപ്പം ആകെ അറിയാവുന്ന ക്രോസ് കാണുമ്പോൾ അവിടെ ചെല്ലുക എന്നുള്ളത് മാത്രമേ അവൻ അറിയുള്ളൂ. അവനവിടെ ഈ ചർച്ചിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ക്രോസ് കണ്ട് ആ ചർച്ചിൽ ചെന്നു. ചർച്ചിൽ നിന്ന് അവന് വേറൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവൻ ആകെ ഇത്രയുമേ പറയത്തുള്ളൂ, ഗുഡ് മോർണിംഗ് ജീസസ് എന്ന് പറഞ്ഞ് അവനങ്ങ് പോകും. അനേക നാളുകൾ ഇങ്ങനെ ഇവനിത് തുടർന്നു. ആ ചർച്ചിലെ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർ ഈ കാഴ്ച എന്നും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന് രാവിലെ വരുമ്പം തന്നെ ഇവൻ എന്നും വരുന്നത് കൊണ്ട് ആ ചർച്ചൊക്കെ തുറന്നവർ ഇടുമായിരുന്നു. കാരണം അവന് ഇത് ഗുഡ് മോർണിംഗ് പറഞ്ഞ് പോകട്ടെന്നും വെച്ച്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രീസ്റ്റിന് ഇവനെ കാണാതായി, ഇവനെ കാണുന്നില്ല. അപ്പം ഇവനെ കാണാതായപ്പോൾ കുറേ നാൾ ഇവനെ അടന്ന് അന്വേഷിച്ച് നടന്നുകൂടി അവസാനം മനസ്സിലായി ഇവനൊരു ഏതോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവന് വലിയ രോഗം പിടിപെട്ട് ഇവൻ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവന് ഈ പ്രീസ്റ്റ് ശരി അവനെ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് കരുതി ഈ ഹോസ്പിറ്റലിൽ ചെന്ന് ഇവനെ കാണാനായിട്ട് ചെന്നപ്പോൾ ഈ പാസ്റ്റർ ഇവനോട് പറഞ്ഞു, ജോണി നിനക്കിപ്പോൾ വലിയ വിഷമമായിരിക്കുമല്ലേ, കാരണം നീ എല്ലാ ദിവസവും വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് വെച്ച് പോകുന്നതല്ലേ. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്നാണെന്നറിയാം. അവൻ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയല്ല, ഞാൻ എല്ലാ ദിവസവും ആ ചർച്ചിൽ ചെന്ന് ഗുഡ് മോർണിംഗ് ജീസസ് പറഞ്ഞു പോകുമായിരുന്നു. ഇന്ന് ഞാനിവിടെ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ യേശു ഇവിടെ വന്ന് എന്നോട് ഗുഡ് മോർണിംഗ് ജോണി എന്ന് പറഞ്ഞു വെച്ച് പോരുന്നു. ഇതാണ് യേശുവിൻ്റെ സ്നേഹം. യേശു നമ്മെ തേടി വന്നിരിക്കുകയാണ്. നമ്മെ ആവശ്യമുണ്ട് യേശുവിന്. നാം ഏത് അവസ്ഥയിലാണേലും യേശുവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. മൂന്നാമത്, നാം ഈ കഴുതയുടെ കാര്യം പറയുമ്പോൾ നാമും ഈ കഴുത പോലെ ഏറ്റവും സൗമ്യത ഉള്ളവരായിരിക്കണം. സൗമ്യത ഉള്ളവർ, താഴ്മയുള്ളവർ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ താഴ്മയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രൈഡ്, അഹങ്കാരം. ബൈബിളിൽ ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? അഹങ്കാരം മാത്രമാണ്. വേറെ ആരോടും ദൈവം ഇത്ര എതിർത്ത് നിൽക്കുമെന്ന് പറയുന്നതായി ഞാൻ വായിച്ചിട്ടില്ല. ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് അഹങ്കാരം. പിന്നെ ഈ താഴ്മ കൂടി ചിലർക്ക് അഹങ്കാരം സംഭവിക്കുന്നുണ്ട്. ഞാനങ്ങ് വലിയ താഴ്മക്കാരനാണ് എന്നുള്ള അഹങ്കാരം വരെ ചിലർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ബി ജെനുവിൻ. നമ്മൾ ആരാണ് അതങ്ങ് ആയാൽ മതി, അല്ലേ? ഒരിക്കലും നമുക്ക് ആർക്കും ഒരു 100% പെർഫെക്റ്റ് ആകാനായിട്ട് പറ്റത്തില്ല. ബട്ട് വി ഷുഡ് ബി ജെനുവിൻ. നമുക്ക് ജെനുവിൻ ആകാനായിട്ട് കഴിയും തീർച്ചയായിട്ടും. അതുകൊണ്ട് യേശു കർത്താവ് ഈ കഴുതയുടെ ഉപമയിൽ നിന്ന്, അല്ലെ അതിനെ തിരഞ്ഞെടുത്തതിൽ നിന്ന് നാം പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് താഴ്മയുള്ളവരായിരിക്കുക. മോസസിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. മോസസിൻ്റെ സ്റ്റോറിയിൽ മോസസ് ഇസ്രായേൽ ജനതയെ നയിച്ചുകൊണ്ട് വന്നപ്പോൾ മോസസ് 10 കമാൻഡ്മെൻറ്റ്സും കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നപ്പോൾ ഈ ഇസ്രായേൽ ജനത വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഈ മോശ ലോകത്തിലെ ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയാണെന്നുമാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ തീഷ്ണതയുള്ളവനും നമ്മുടെ സ്വന്തം കാര്യത്തിൽ സൗമ്യതയുള്ളവരുമായി മാറണം. നമുക്കറിയാം, മോസസിനെതിരെ മോസസിൻ്റെ സഹോദരങ്ങൾ പിറുപിറുത്തപ്പോൾ മോസസ് ഒന്നും മിണ്ടിയില്ല. ഈ ഇസ്രായേൽ ജനത ദൈവത്തിന് വിരോധമായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധന തുടങ്ങിയപ്പോൾ അവർക്ക് നേരെ കോപം ജ്വലിച്ചവനായ മോശ, മിറിയയും അഹ്റോനും മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ ഈ മോശയ്ക്ക് മാത്രമേ ഇതൊക്കെ കഴിയത്തുള്ളൂ എന്നുള്ള ആ പിറുപിറുത്ത് കേട്ടപ്പോൾ ആ മോശ ഒന്നും മറുപടി പറഞ്ഞില്ല. മോശ മറുപടി പറയാത്ത സ്ഥലത്ത് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാമും അറിയേണ്ട കാര്യമാണ്. അനേകർ നമ്മളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും, അനേകർ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ ദൈവസന്നിധിയിൽ അവരോട് കോപിക്കാതെ, അവരോട് നിങ്ങൾ താഴ്മയോടുകൂടി അതിനെ നേരിടുന്നുവെങ്കിൽ അവിടെ ദൈവം. നിങ്ങളതിന് പ്രതിവിധി ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം കൈകെട്ടി നിൽക്കത്തേ ഉള്ളൂ.
ദൈവം നോക്കി നിൽക്കത്തേ ഉള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി അതിന് വേണ്ട മാർഗങ്ങൾ, അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിന് ഇടപെടാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നില്ല. നമ്മൾ ദൈവസന്നിധി കർത്താവേ അങ്ങിതൻ മോശ മിണ്ടിയില്ല. ഇവർ അനേകം കാര്യങ്ങൾ മോശയ്ക്കെതിരെ പെറുപുറത്ത് പറഞ്ഞു, പക്ഷെ അവർ മിണ്ടിയില്ല. പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. മോശയുടെ മെറിയയുടെ ദേഹത്ത് കുഷ്ഠരോഗം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു. ഒടുവിൽ അവസാനം ഈ മോസസിന് പ്രാർത്ഥിക്കേണ്ടി വന്നു, ഇവിടെ കുഷ്ഠരോഗം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കർത്താവ്. കാരണം മോശ അത്രയധികം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. മോശയോട് ദൈവം പൊരുൾ തിരിച്ചല്ലേ സംസാരിച്ചത്. അവൻ മോശയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന അത്ര ഇതാണ്. മോശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഫറവോൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ ക്വാളിഫിക്കേഷൻ നേടിയ വ്യക്തിയാണ് മോസസ്. ആ മോസസ് തൻ്റെ ജനതയോടുകൂടി കഷ്ടം അനുഭവിക്കുന്നതിന് തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും സൗമ്യതയുള്ള ആ വ്യക്തിയായിട്ട് അവൻ ലോകത്ത് മാറുകയായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള സൗമ്യതയുള്ള ഒരു വ്യക്തി ലോകത്തുണ്ടാകത്തില്ല എന്നുപോലുമാണ് ബൈബിൾ പറയുന്നത്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. ജെയിംസ് 4:6, യാക്കോബ് 4:6. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. കേട്ടല്ലോ, ഒന്നുകൂടി വായിക്കാം. 1 പീറ്റർ 5:5, 1 പത്രോസ് 5:5. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നിഗളികളോട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഞാൻ ചിലപ്പോൾ ഓർക്കും, അഹങ്കരിക്കുവാൻ എന്താണ് നമുക്കുള്ളത്? നമ്മുടെ കയ്യിലുള്ള എന്തും ദൈവം തന്നതല്ലാതെ എന്തെങ്കിലും നമുക്കുണ്ടോ? നമ്മുടെ പൊസിഷനും ഒക്കെയാണ് നമ്മളെ അഹങ്കാരികളാക്കിയ ലൈഫിലേക്ക് മാറ്റുന്നത്. നമ്മൾ ആലോചിക്കണം, ദൈവം തന്നത് തന്നെയാണത്. ദൈവം തരാത്ത ഒരു കാര്യം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവം തന്നതിൽ നാം അഹങ്കരിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അധികം നാൾ അതവിടെ നിലനിർത്തുകയില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ, ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഹങ്കരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയാൽ, ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ്, അത് നിങ്ങളെ അപമാനിതനാക്കും. എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമുള്ള എൻ്റെ ഫാമിലിയുടെ, ഞങ്ങളുടെ ഒരു അങ്കിളുണ്ട്, എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സ്. ഞങ്ങൾ കോട്ടയത്ത് നമുക്കൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം ഇവർ രണ്ടുപേരുമാണ് ഇതിൽ മൂത്തയാളാണ് ഇതിൻ്റെ പൊസിഷനിലേക്ക് വന്നത്, ഇതിൻ്റെ തലപ്പത്തേക്ക് വന്നത്. അപ്പോൾ ഈ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാം അങ്ങ് മാറി. അദ്ദേഹം എല്ലാവരോടും പിന്നെ വലിയ റൂഡായിരുന്നു. ഞാനൊക്കെ അദ്ദേഹത്തോട് എന്തെങ്കിലും നമുക്ക് ഇതൊന്ന് കോംപ്രമൈസ് ആക്കി ഒന്ന് തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവസാനം അത് ലിറ്റിഗേഷനിലേക്ക് പോയി. ഏതാണ്ട് 18 വർഷം ഞങ്ങൾ കേസ് നടത്തി. സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം അതിൻ്റെ ഫൈനൽ വിധി വന്നപ്പോൾ ഇദ്ദേഹത്തിന് എതിരായി മാറി. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ പറയാം, അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ എത്രത്തോളം അദ്ദേഹം അഹങ്കരിച്ചോ, ഇന്ന് ആ പ്രസ്ഥാനം അദ്ദേഹത്തെ അപമാനിതനാക്കിയിരിക്കുകയാണ്. ഇന്ന് അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തിന് നോക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ അദ്ദേഹം പുറത്താക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഏത് വസ്തുവിനെയും ഏത് കാര്യത്തിനെയും നമ്മൾ ഈ ലോകത്ത് ദൈവം തന്നതാണെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് നാം ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഒരു വാക്ക് പോലും നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ ഈ അഹങ്കാരമില്ലാതിരിക്കുമ്പോൾ താഴ്മയോടുകൂടി ആ ദൈവസന്നിധിയിൽ നാം ആയിരുന്നാൽ തീർച്ചയായിട്ടും ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം. ഇവിടെ എത്ര നാളുണ്ട്? കൂടി വന്നാൽ ബൈബിൾ പറയുന്നത് 80 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത് വലിയതാണ്. അവർക്കറിയത്തില്ല. അദ്ദേഹം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് സ്വർഗമൊക്കെ ഇവിടെ തന്നെയാണ് പറയുന്നത്.
എന്തു ചെയ്യും? അദ്ദേഹം പറയുന്നതാണ്. കാരണം അദ്ദേഹം സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്. ഒരു വലിയ ഇറ്റേണൽ ഒരു നിത്യത നമുക്കുണ്ട് എന്നുള്ള ആ ബോധ്യം ഇല്ലാത്ത വ്യക്തികൾ വലിയ ദുരന്തമായിരിക്കും അവരുടെ ജീവിതം. യിരെമ്യാവ് പറയുന്നത് പോലെ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? കാരണം കർത്താവിൻ്റെ വരവ് ഒരു സുപ്രഭാതത്തിൽ നടക്കും. അന്ന് കർത്താവിനോടൊപ്പം എടുക്കപ്പെട്ടില്ല എങ്കിൽ ആ നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഇതാണ്, ദിസ് ഈസ് ദ ടൈം, ഇന്നാണ് സമയം. ഈ സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് വചനമനുസരിച്ചല്ലാതെ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമാകും. ഈ അഹങ്കാരം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ എന്ന വലിയ ഒരു ഭാവം, ഞാനാരാ, ചിലരൊക്കെ ചോദിക്കുന്നില്ല, ഈ ഞാനാരാ, എന്നെ വലിയൊരു ഇതുണ്ട്, ഞാനൊരു വലിയ വിജയിയായ വ്യക്തിയല്ലേ. ബൈബിളിൻ്റെ ഒരു വാക്കയല്ല ഈ വിജയം എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ബ്ലസ്ഡ് എന്നാണ്, അനുഗ്രഹിക്കപ്പെട്ടവെന്നാണ്. ദൈവം ഒരിക്കലും വിജയിയായ ഒരു വിശ്വാസിയെ അല്ല ദൈവത്തിന് ആവശ്യം, മറിച്ച് വിശ്വസ്തരായ വിശ്വാസിയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം വിജയികളെ നോക്കി അല്ല ലോകത്തിലേക്ക് വന്നത്. നല്ലവനും വിശ്വസ്തനുമായും നല്ലവനും വിജയമായ ദാസ എന്നല്ല കർത്താവ് വിളിക്കുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നാണ് വിളിക്കുന്നത്. അപ്പം നാം ഏത് സമയവും കർത്താവിനോട് വിശ്വസ്തയോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഭാവം, പണ്ട് ഒരു 50-ാം വിവാഹ വാർഷികം ആഘോഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 70-75 വയസ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, ഈ 50-ാം വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ 50 വർഷക്കാലം നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിവാഹ സമയത്ത് വിവാഹ കാർഡ്, വെഡ്ഡിങ് കാർഡ് പ്രിൻ്റ് ചെയ്തുകൊണ്ട്, അന്നൊന്നും ഡിജിറ്റൽ അല്ല, ഇങ്ങനെ ബ്ലോക്ക് വെച്ചടിക്കുന്ന സംവിധാനമാണ്. വെഡ്ഡിങ് കാർഡ് അടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനകത്ത് ഈ മാര്യേജ് എന്നുള്ള ആ എഴുത്തിൽ MARRIAGE എന്നുള്ളിടത്ത് ഈ ഐ അങ്ങ് വിട്ടുപോയി, മാര്യേജ് എന്നുള്ളതിൻ്റെ ഐ ഇല്ല. അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ശരി സാർ, ഒരു കാര്യം ചെയ്യാൻ, ഞങ്ങൾ പോയി മാറ്റി വേറെ, അന്ന് ഇതുപോലെ പെട്ടെന്ന് സ്പെല്ല് കറക്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല, രണ്ടാമത് ഇതെല്ലാം റീപ്രിൻ്റ് ചെയ്യണം 10,000 കാർഡ് അടിച്ചതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എന്ന ഇതല്ലേ അത് പോട്ടെ, അത് കാർഡിൽ നിന്നും പോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ ഐ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഓരോ ഫാമിലി ജീവിതവും ഫാമിലി ലൈഫും വിജയകരമാക്കി മാറ്റുവാൻ നാം ഓരോരുത്തരുടെയും ആ ഐ അല്ല ഞാൻ എന്ന ആ ഒരു ഇന്നിപ്പം ആരും ഡിപ്പെൻഡൻ്റ് അല്ലല്ലോ. ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആരും ഡിപ്പെൻഡൻ്റ് അല്ല, ആർക്കും ആരുടെ സഹായം, വേറൊരാളുടെ സഹായം പോലും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ വരുമ്പോഴാണ് ഈ ഞാൻ നമ്മളെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേസമയം ഞാനെന്നുള്ള അതിനെ നാം താക്കുകയാണെങ്കിൽ, നമ്മൾ വി എന്ന് ആക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച്, നമ്മൾ ഇത്രയും പേരുണ്ട്, ഒരുമിച്ച് കർത്തൃസന്നിധിയിലാക്കുക എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പ്രവർത്തിക്കും. അതാ കർത്താവ് പറഞ്ഞത്, 2-3 പേർ ഒരുമിച്ച് എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ ഐ എന്ന് അതിനെ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ, അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഐ, ഞാൻ എന്ന ഈ ഭാവം ഏതെങ്കിലും സമയത്ത് പൊങ്ങി വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ നാം ഇഗ്നോർ ചെയ്ത് പോവുക. ചിലർ അതായത് ആ ഞാനെന്ന ഭാവത്തിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ആ ഭാവമുള്ളൊരു വ്യക്തി നടന്നിപ്പോൾ പോവുകയാണ്, പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആൾ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു ചിരി ചിരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെങ്കിൽ നമുക്ക് അവനോട് അത്ര ഇഷ്ടമില്ല, ഞാനൊരു വലിയ ആളാണ്, എൻ്റെ സ്റ്റാൻഡേർഡിന് അവൻ പറ്റില്ല എന്ന് തോന്നിയാൽ നാം എന്ത് ചെയ്യും? സൗകര്യപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ച് ഇഗ്നോർ ചെയ്ത് നാം പോകും. ഇത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാനിതൊരു ടിപ്പ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരവർക്ക് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇത് മാറ്റണം.
കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ, നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിന്നോടുള്ളൊരു ഇഷ്ടം കഴിയുമല്ലോ, അത് കഴിഞ്ഞേച്ച് നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിന് എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വേറൊരാളെ സ്നേഹിക്കുന്നത്? പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കർത്താവിനെ ആലോചിച്ച്, ഞാൻ പറഞ്ഞു അതാ മാതൃകയാക്കുവാൻ യേശുവല്ലാതെ മറ്റാരുമില്ല. കാരണം കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. നാം ഓരോരുത്തർക്കും വേണ്ടിയാണ് കർത്താവ് വന്നത്. കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണോ ഇവിടെ വന്ന് ഈ കാൽവറിയിൽ ഈ ക്രൂശുമരണം സഹിച്ച് ഈ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്? നമ്മെ ഓരോരുത്തരെയും മൈൻഡിൽ കണ്ടുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അതിഭയാനകമായ ദുരന്തത്തെ ഓർത്താണ് അവൻ ഈ വലിയ സ്നേഹം നമ്മോട് കാണിച്ചത്. അപ്പോൾ കർത്താവ് നമ്മോട് കാണിച്ച ഈ സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള വലിയ മാതൃക. വില്യം ബൂത്ത് എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്രസംഗത്തിൽ 2 ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു യോഗത്തിൽ ആ യോഗത്തിൻ്റെ ആ ദിവസം അദ്ദേഹം മരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി. അപ്പം ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഈ യോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ സംഘാടകർ ചെന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, എന്നാൽ ഒരു പ്രസംഗം എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ കിടക്കയിൽ നിന്ന് ഒരു പ്രസംഗം എഴുതി കവറിനകത്തിട്ട് ഇവരുടെ കൊടുത്തു വിട്ടു. വില്യം ബൂത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ഒരു പ്രസംഗം എഴുതി തന്നിട്ടുണ്ട്, അതിവിടെ ഇപ്പോൾ വായിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ആ ആൾ അപ്പോൾ അതെടുത്ത് വായിച്ചു. അദ്ദേഹം പൊട്ടിച്ചു, ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരേ ഒരു വാക്കേ ഉള്ളൂ, അതേഴ്സ്, മറ്റുള്ളവർ എന്ന് പറയുന്ന ഈ ഒരേ ഒരു വാക്ക് ഈ വില്യം ബൂത്ത് താൻ അതുവരെ കണ്ട് നേടിയതിനേക്കാൾ അനേകരെ ആ ഒറ്റ മീറ്റിംഗ് കൊണ്ട് ആ ഒറ്റ വാക്ക് നേടി എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാമും, കാരണം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഈ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബാർട്ടർ സിസ്റ്റമായിരുന്നു ലോകത്ത്. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൈമാറിയാണ് അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കെന്തെങ്കിലും ഇപ്പോൾ ഡെയിലി ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഞാനത് വേറൊരാൾക്ക് കൊടുത്തിട്ട് അവൻ്റെ കയ്യിലുള്ള വേറൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുക. അപ്പോൾ ഈ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, എല്ലാവർക്കും ആശ്രയിച്ചാലേ പറ്റുള്ളൂ. ഈ ക്യാഷ് മണി വന്നപ്പോഴാണ് അത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട് തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ മിൽക്ക് വാങ്ങിച്ചു, മിൽക്ക് സൂക്ഷിച്ചു വെക്കുന്ന എത്ര സമയത്തേക്ക് പറ്റും? 6 മാസത്തേക്ക് സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ലേ? അപ്പം അത് ഉപയോഗിച്ചല്ലെങ്കിൽ ആർക്കെങ്കിലും തീർത്തയിലേ പറ്റുള്ളൂ, ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മനോഭാവം, നമ്മുടെ ഞാൻ എന്ന ആ മനോഭാവം ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരും തന്നേക്കാൾ ബൈബിൾ പറയുന്ന പോലെ ശ്രേഷ്ഠനെന്ന് എണ്ണി നാം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നാം തീർച്ചയായിട്ടും ഒന്ന് അക്നോളജ് ചെയ്ത് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ദൈവം നമുക്ക് അഹങ്കരിക്കുവാൻ, തെറ്റിദ്ധരിക്കരുത്, അല്ലെങ്കിൽ പ്രശംസിക്കുവാനുള്ള 2 കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതറിയാമോ? നമുക്ക് അഹങ്കരിക്കാൻ വേണമെങ്കിൽ ആ കാര്യം ഒന്ന്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിൽ. പോൾ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും പ്രശംസിക്കുവാൻ എനിക്കില്ല, ഈ യേശുവിനെ നിങ്ങൾക്ക് പ്രശംസിക്കാം. 2ാമത് ഒരു കാര്യം കൂടെ ഉണ്ട്. മാക്സി മില്ലർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ ദൂതന്മാർക്കിടയിൽ അസൂയ എന്ന ആ പാപം ദൈവം അനുവദിച്ചാൽ അവർക്കാദ്യം അസൂയ ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരോടുമായിരിക്കും. കാരണം എന്നാണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദ ഹോളി കമ്മ്യൂണിയൻ. കാരണം കർത്താവ് കാൽവറിയിൽ ക്രൂശിതനായതിന് ശേഷം ഇന്ന് നമുക്ക് അവനെ അനുഭവിക്കുവാനുള്ള ആ കമ്മ്യൂണിയനായിട്ട് നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് അനുഭവിക്കുവാനുള്ളത് ദൂതന്മാരുടെ ഇടയിൽ അസൂയ കൊടുത്താൽ അവർക്ക് ഇത് നമുക്കുള്ളത് കൊണ്ട് നമ്മോട് അസൂയായിരിക്കും എന്നാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞത്, കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുള്ള, കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി നാം മാറണം. അതുപോലെ
ഈ കഴുതയിൽ കർത്താവ് ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിത്വം കണ്ടു. അതുപോലെ നാമും ജീവിതത്തിൽ ഏറ്റവും സൗമ്യതയുള്ള താഴ്മയുള്ളവരായി മാറണം. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൈഡ്. അപ്പോൾ ആ പ്രൈഡ് ജീവിതത്തിൽ നാം മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനെങ്കിലും നാം പ്രശംസിക്കുവാനുണ്ടെങ്കിൽ ക്രൂശിതനായ യേശുവിൽ. ക്രൂശിതനായ യേശു എന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിൽ യേശു പിടഞ്ഞു മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ യേശു ഈ സ്വന്തം കാൽവറി, ഈ ക്രൂശുമായുള്ള കാൽവറിയിലേക്കുള്ള യാത്ര, ഈ യാത്രയിൽ ഈ ക്രൂശ് അന്ന് ഒരു അപമാനത്തിൻ്റെ ലക്ഷണമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത യേശു നാം ഓരോരുത്തർക്കും വേണ്ടി എന്തെല്ലാം അപമാനമാണ് സഹിച്ചത്. ഈ അപമാനത്തിൻ്റെ ലക്ഷണമായി ക്രൂശുമേന്തി യേശു കാൽവറി ക്രൂശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യേശുവിനെ ഈ ക്രൂശൊന്ന് മാറ്റി വെക്കുവാൻ പോലും അവന്മാർ സമ്മതിച്ചില്ല. ഞങ്ങൾ പണ്ട് നന്ദാവനത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അവിടെ AR ക്യാമ്പിൽ എപ്പോഴും ഈ റിമാൻഡ് പ്രതികളെയും കൊണ്ട് പോലീസുകാർ വരുന്നത് കാണാം. അപ്പോൾ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ഹാൻഡ് കഫ് ഇങ്ങനെ ഇട്ടേക്കും, ഈ വിലങ്ങിട്ട് ഇതും കൊണ്ട് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ചെന്നല്ലേ ഒരു പയ്യൻ ചെന്ന് പറയുമോ, ഈ വിലങ്ങ് എത്ര ഭംഗിയായിരിക്കുന്നു, എനിക്ക് ഈ വിലങ്ങ് എൻ്റെ കയ്യിലൊന്ന് ഇടിപ്പിക്കാമെന്ന്. അതൊരു അപമാനത്തിൻ്റെ ലക്ഷണമാണ്. അവൻ്റെ ഒരു കള്ളൻ എന്നുള്ള മുദ്ര കുത്തി ഇരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇതേ അവസ്ഥയായിരുന്നു യേശു കർത്താവിന്. യേശു കർത്താവ് ഈ കാൽവറി ക്രൂശിലേക്കുള്ള ഈ ക്രൂശുമായിട്ട് നാം ക്രൂശ് മരണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് തീരും. കാരണം ലോകത്തിലെ അതിഭയാനകമായ അത്രയധികം വേദനാജനകമായ ഒരു മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ആ മരണമാണ് യേശു നമുക്ക് വേണ്ടി സഹിച്ചത്. എന്തിനാണ്? യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട്. യേശു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിക്കുവാനായിട്ട് തീരുമാനിച്ചത് തന്നെ. ഇനിയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച ആദമിനെയും ഔവയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയ കഥയും നാം കേട്ടിട്ടുണ്ട്. പാപം ചെയ്തതിന് ശേഷം അവരെ അവിടെ നിർത്താതെ അതിനകത്ത് പുറത്താക്കി. യഥാർത്ഥത്തിൽ ഈ പുറത്താക്കലും ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്താക്കുകയല്ല, മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്താണ്? കാരണം ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു ട്രീം അവിടെയുണ്ട്. ജീവവൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷവും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ അത് കഴിക്കേണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലാണ് നിങ്ങൾ ആ ഫലം ഭക്ഷിക്കുന്നുവോ ആ അവസ്ഥയിൽ നിങ്ങൾ എന്നേക്കും തുടരും. കാരണം പാപം ചെയ്തതിന് ശേഷം ഇവർ പാപത്തിൻ്റെ അവസ്ഥയിലായി. പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുവാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. ദൈവം അത് ആഗ്രഹിച്ചതുമാണ്. പക്ഷെ അവർ പിശാചിൻ്റെ പ്രലോഭനത്തിൽ കുടുങ്ങി അവർ ആ നോളജ്, നന്മതിന്മകളെ പറ്റിയുള്ള അതിൻ്റെ ഫലം കഴിച്ചു. അവർ പാപത്തിലേക്ക് വീണുപോയി. പാപം ചെയ്ത അവസ്ഥയിൽ അവരെ അവിടെ നിർത്തിയാൽ ഇവർ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം പോയി കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരിക്കലും അവരെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള അന്നേരവുമുള്ള സ്നേഹം മൂലമാണ് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചവരെ വീണ്ടെടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആദമിനെ ഔവയും അവിടെ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയത്. ഇന്നും ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കെരൂബുകളുടെ കാവലേർപ്പെടുത്തി എനിക്കും നിങ്ങൾക്കുമായി ദൈവം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കാണിത് കൊടുക്കുന്നത്? ഈ ലോകത്ത് ക്രിസ്തു പറഞ്ഞ, യേശു പറഞ്ഞ ഈ ബൈബിൾ പ്രകാരം അനുസരിച്ച് ജീവിച്ച് ജയിച്ചു വരുന്ന വ്യക്തികൾക്ക് നൽകുവാൻ വേണ്ടി. അപ്പോൾ കർത്താവിനെ അനുസരിച്ച് നീതിമാനായി നാം അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം തന്ന് എന്നേക്കുമായി നാം ഓരോരുത്തരും ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ആ നന്മയുടെ ആ അവസ്ഥയിൽ എന്നും കർത്താവിനോടൊത്ത് തുടരുന്ന വലിയ അനുഭവത്തിൽ നമ്മെ ആക്കുന്നതിന് വേണ്ടി ഈ കർത്താവിൻ്റെ കഴുതകളായിട്ട് ഈ ലോകത്ത് ജീവിച്ച അനേകം ആളുകളുണ്ട്. അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് ഇപ്പോൾ സെയിൻറ്റ് തോമസിൻ്റെ ചെന്നൈയിൽ
സെയിൻറ്റ് തോമസിൻ്റെ ശവകുടീരത്തിൽ ചെന്നാൽ തന്നെ അനേകം ഈ വോളുകളിൽ ഇങ്ങനെ പടം വെച്ചിട്ടുണ്ട്. ഈ 12 ശിഷ്യന്മാരുടെയും അതുപോലെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട ആളുകളുടെ എല്ലാം അവർ കർത്താവിന് വേണ്ടി ജീവിച്ചു മരിച്ച ഇവരൊക്കെ കർത്താവിൻ്റെ ചുമന്ന കഴുതകളായിട്ട് മാറുകയായിരുന്നു. അനേകം ആളുകളുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന ഒരാളൂടെ ഉണ്ട്, ബർത്തലോമ എന്ന് പറയുന്നത്. കൊങ്കൺ മുതൽ അങ്ങ് മുംബൈ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 1-2 കാര്യങ്ങൾ, 1-2 വ്യക്തികളെ പറ്റി കൂടെ നാം ഒന്ന് അറിയണം. കാരണം നമുക്കറിയാം അനേകർ ഈ കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി കർത്താവിൻ്റെ സുവിശേഷവുമായി ലോകമെമ്പും പോയവരാണ്. DL മൂഡി എന്ന് പറഞ്ഞ വ്യക്തി, മോഡിയല്ല മൂഡി. ഈ DL മൂഡി അമേരിക്കയിൽ ജനിച്ച വ്യക്തി വെറും ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷൂ കടയിൽ സെയിൽസ് ബോയ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു. DL മൂഡി അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ലോകമെമ്പാടും സുവിശേഷത്തിനായി പോയി. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് സുവിശേഷത്തിനായിട്ട് പോകുമ്പോൾ ഇംഗ്ലണ്ട് മൂഡിക്ക് പറ്റുമോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ വന്നു. കാരണം ഇംഗ്ലീഷുകാർ വളരെ പോളിഷ്ഡ് ആൾക്കാരാണ്. അപ്പം മൂഡിയുടെ ഈ ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷും കൊണ്ടൊക്കെ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്നൊക്കെ അവർക്ക് ഭയങ്കര സംശയമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മൂഡി പറഞ്ഞു, ഇംഗ്ലണ്ടിന് മൂഡിയെ ആവശ്യമില്ല, പക്ഷേ യേശുവിന് ഇംഗ്ലണ്ടിനെ വേണം. അതുകൊണ്ട് യേശുവിനെ ചുമക്കുന്ന കഴുതയായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഈ മൂടി കഴുതയെന്നല്ല പറഞ്ഞ് യേശുവിൻ്റെ ഷൂ ആയിട്ടാണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. കാരണം യേശുവിനെ വഹിക്കുന്ന ഒരു ഷൂ ആയിട്ട് മാത്രം നിങ്ങൾ എന്നെ കണ്ടാൽ മതി. എന്നിലിരിക്കുന്ന, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ യേശുവിന് ഇംഗ്ലണ്ടിനെ വേണം. അതുകൊണ്ട് ഈ യേശുവിനെയും കൊണ്ട്, കാരണം ഈ DL മൂഡിക്ക് ലോകം എന്തെല്ലാം കാര്യങ്ങളിൽ അദ്ദേഹം അപമാനിതനായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം അതൊന്നും വകവെക്കാതെ കർത്താവിന് വേണ്ടി നാം താഴ്മയുള്ളവരായി കർത്താവിനെ ചുമക്കുന്ന കഴുതയായി നാം മാറുമ്പോൾ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകുകയും ആത്യന്തികമായി ദൈവം നമുക്ക് വലിയ നന്മയാണ് ചെയ്യുന്നത്. ജിം എലിയറ്റ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്. ജിം എലിയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജിം എലിയറ്റ് സൗത്ത് അമേരിക്കയിലെ ഔക്ക ജാതികൾ എന്ന് പറഞ്ഞ ജാതിയുണ്ട്. ഒരു ഐലൻഡാണ്. നരഭോജികളാണ്. മനുഷ്യനെ അമ്പ് ചെയ്ത് കൊന്ന് തിന്നുന്ന ജാതികളാണ്. ഇവിടോട്ട് സുവിശേഷവുമായി ജിം എലിയറ്റ് ചെന്നു. ആ ചർച്ചിലുള്ള ആളുകളും എല്ലാവരും പറഞ്ഞു, അത് വലിയ അപകടം പിടിച്ച സ്ഥലമാണ്, അവിടെ പോയാൽ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ അറിയില്ല. പക്ഷേ ജിം എലിയറ്റ് പോയി. ജിം എലിയറ്റിനെ ഇവർ അമ്പുകളെയ്ത് കൊന്ന് അദ്ദേഹത്തെ അവിടെ കൊന്നുകളഞ്ഞു. പക്ഷേ ഇത് കേട്ട് ജിം എലിയറ്റിൻ്റെ വൈഫ് എലിസബത്ത് എലിയറ്റ് അവർ പറഞ്ഞു, ജിം എലിയറ്റിനെ കൊന്ന അതേ ആ ഐലൻഡിലേക്ക് ഞാനും പോവുകയാണ്. അപ്പം ആളുകളൊക്കെ ഒരുപാട് എലിസബത്തിനെ വിലക്കി. പക്ഷേ എലിസബത്ത് എലിയറ്റ് പറഞ്ഞു, ജീവിക്കാൻ കൊള്ളാത്തൊരു ഫിലോസഫി കൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന്. കാരണം എൻ്റെ ഭർത്താവ് പോയ അതേ സ്ഥലത്തേക്ക് തന്നെ ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് എലിസബത്ത് എലിയറ്റ് ചെന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ദൈവം എലിസബത്തിനെ അവിടെ കാത്തു. എലിസബത്ത് അവിടെ സുവിശേഷവുമായി കർത്താവിൻ്റെ ഷൂവുമായി കർത്താവിനെ ചുമക്കുന്ന കഴുതയുമായി അവിടെ ചെന്നപ്പോൾ അവർ ഈ എലിസബത്തിനെ സ്വീകരിച്ചു. അതിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് ഈ എലിസബത്ത് അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. എലിസബത്തിൻ്റെ മകനുമായിട്ടാണ് പോയത്. എലിസബത്തിൻ്റെ മകനെ ജിം എലിയറ്റിനെ അമ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ ആ വ്യക്തി പിന്നീട് എലിസബത്ത് സുവിശേഷം നടത്തി അദ്ദേഹം ദൈവദാസനായി പാസ്റ്ററായി. അദ്ദേഹമാണ് എലിസബത്തിൻ്റെ ജിം എലിയറ്റിൻ്റെ മകന് ബാപ്റ്റിസം കൊടുത്തത്. അത്രയധികം ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വെളിപ്പെട്ടു. അങ്ങനെ അനേകരുണ്ട്. വീണ്ടും C.T. സ്റ്റഡ്, നിങ്ങൾക്കറിയാം C.T. സ്റ്റഡ് കോടീശ്വരനായിരുന്നു. C.T. സ്റ്റഡ് അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ അദ്ദേഹം
ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഒരു മണ്ടനാണെന്ന് എല്ലാവരും പറഞ്ഞു, ലോകം പറഞ്ഞു അദ്ദേഹം മണ്ടനാണെന്ന്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ടീമിലേക്ക് അദ്ദേഹം സെലക്ട് ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞതിന് ശേഷം ചൈനയിലും ആഫ്രിക്കയിലും യേശുവിനെ ചുമക്കുന്ന കഴുതയുമായി അദ്ദേഹം പോയി. അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ ചെന്ന് അദ്ദേഹം താമസിച്ച കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയൊരു കൊട്ടാരത്തിലാണ്. ഈ ആഫ്രിക്കയിലെ വനത്തിലെ കൊട്ടാരത്തിൽ ചെന്ന് ഒരു കുടിലിൽ ഉണ്ടാക്കി ആ കുടിലിൽ താമസിക്കുമ്പോൾ അതിന് പേരിട്ടത് ബക്കിംഗ്ഹാം പാലസ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു മണ്ടനായിരുന്നു. ഒരു കഴുതയെപ്പോലെ കർത്താവിനെ ചുമക്കുന്ന ഒരു കഴുത പോലെ അദ്ദേഹം അവിടെ എത്തി. ഞാൻ പറഞ്ഞത് അനേകം ആളുകൾ ഇങ്ങനെ കർത്താവിനെ ചുമക്കുന്ന കഴുതയായിട്ട് മാറി നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട, ലോകത്ത് മാതൃകയാക്കേണ്ട ഒരേ ഒരു വ്യക്തി. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 1-2 കാര്യം മാത്രം നാം മനസ്സിലാക്കണം. 1, നാം ഓരോരുത്തരും കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി മാറണം. 2, നമ്മൾ ഏതൊരവസ്ഥയിലും ആയിക്കോട്ടെ കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞുപോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അഴിക്കുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതുപോലെ കർത്താവിന് നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ആവശ്യമുണ്ട്. ആ കഴുതിയുടെ പുറത്ത് സൗമ്യനായി പുറപ്പെട്ടതുപോലെ നാം ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും താഴ്മയുള്ളവരായി അതിൻ്റെ ഓപ്പോസിറ്റായ അഹങ്കാരം, പ്രൈഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. വാക്കുകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.